നമസ്കാരം. IPL സീസണിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ടീമുകളാണ്. ഒന്ന് ചെന്നൈയും അതേപോലെ തന്നെ മുംബൈയും. രണ്ടുപേർക്കും അത്യാവശ്യം നല്ല ഫാൻ ഫോളോയിങ് ഉള്ള ടീമുകളാണ്. അപ്പോൾ ഇവരുടെ ഫസ്റ്റ് മാച്ചിൽ മുംബൈ തോറ്റിരിക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെന്നൈ കളിച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുംബൈ ബാറ്റ് ചെയ്തപ്പോൾ വലിയൊരു സ്കോറിലേക്കൊന്നും എത്താൻ മുംബൈക്ക് സാധിച്ചില്ല. ഒരു ചെറിയ 150 160 റേഞ്ചിൽ പിടിച്ചിടാൻ ചെന്നൈക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെയായിരുന്നു ചെന്നൈയുടെ വിജയം കുറച്ച് ഈസി ആയിരുന്നു. അവർക്ക് അത്ര വലിയ ടഫൊന്നും ആയിരുന്നില്ല ആ ഒരു വിജയലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് മാച്ചിൽ മുംബൈ തോറ്റിരിക്കുകയാണ്. മുംബൈക്ക് ഇത് തോൽവിയൊന്നും ഒരു പുത്തരിയൊന്നുമല്ല. കഴിഞ്ഞ സീസണിൽ പോയിന്റ് പട്ടികയിൽ ഏറ്റവും താഴെയായിരുന്നു. ഈ സീസണിൽ തോൽവിയോടുകൂടിയാണ് തുടങ്ങിയത്. അതുകൊണ്ടൊന്നും നമുക്ക് മുംബൈ അത്ര മോശം ടീമാണെന്നൊന്നും പറയാൻ പറ്റില്ല. 3-4 കളിയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് തോറ്റതിന് ശേഷം കപ്പടിച്ച് വന്ന ചരിത്രമൊക്കെ മുംബൈയുടെ ടീമിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മുംബൈയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഇപ്പോൾ മുംബൈ ആരാധകർ, അതായത് മുംബൈ ഫാൻസ്, ഈ ഫസ്റ്റ് മാച്ച് തോറ്റത് ഈ ബോളർ കാണിച്ച ഒരു ട്രിക്കാണ്, അതുകൊണ്ടാണ് മുംബൈക്ക് വിക്കറ്റുകളൊക്കെ നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ കുത്തിപ്പൊക്കി ഇങ്ങനെ വരുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഉണ്ടാക്കണമല്ലോ ഈ നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓൺലൈൻ ന്യൂസിൽ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ന്യൂസൊക്കെ വരുന്നുണ്ട്. ആ തോൽവിക്ക് എന്താണോ കാരണം എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ന്യൂസിന്റെ ചെറിയൊരു ഭാഗം ഞാനിവിടെ വായിക്കാം. അതായത് ഇപ്പോഴിതാ CSK മുംബൈക്കെതിരെ പന്ത് ചുരുട്ടൽ നടത്തിയെന്ന ആരോപണം പുറത്തു വരികയാണ്. ഇതിന്റെ തെളിവായി ഒരു വീഡിയോയും പ്രചരിക്കുന്നുണ്ട്. CSKയുടെ ഓപ്പണർ ബോളറായ ഖലീൽ അഹമ്മദാണ് പന്ത് ചുരുട്ടിയെന്നാണ് ആരോപണം. CSK നായകനായ ഋതുരാജ് പന്ത് ചുരുട്ടാൻ സൗകര്യം ചെയ്തു നൽകുന്നതും വീഡിയോയിൽ വ്യക്തമാകുന്നു. എന്തായാലും മുംബൈ ആരാധകർ ഈ വീഡിയോ കുത്തിപ്പൊക്കി വിവാദത്തിന് തിരികൊളുത്തിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഓൺലൈൻ ന്യൂസ് വരുന്നത്. ഇങ്ങനെ പല ഓൺലൈൻ ന്യൂസുകളിലും ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും മുംബൈയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിലും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. ഈ സീസണിലാണെങ്കിൽ ഫസ്റ്റ് മാച്ച് തന്നെ തോൽവിയോടുകൂടിയാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ആരാധകരൊന്നും വെറുതെ ഇരിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കാൻ എന്തായാലും ശ്രമിക്കും. എന്തായാലും ഇന്നലെ ചെന്നൈ നന്നായിട്ട് ബോൾ ചെയ്തിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെയാണ് മുംബൈ ആ ഒരു ഗെയിമിൽ തോറ്റത്. എന്തായാലും ഈ ഒരു വിഷയം, ഇങ്ങനെ ഈ ഒരു സംഭവം കൊണ്ടാണ് ചെന്നൈ ജയിച്ചത് എന്നൊക്കെ പറഞ്ഞ ഈ ന്യൂസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യും.